ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജോബിൻ്റെ പുസ്തകം 42 അധ്യായം 10 തിരുവചനം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് അവന് തിരികെ കൊടുത്തു, അത് ഇരട്ടിയായി കൊടുത്തു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ജോബിനെ തള്ളിപ്പറഞ്ഞ, ജോബിനെ കളിയാക്കിയ, ഇത് വലിയൊരു ശാപമാണ്. നീ എന്തോ രഹസ്യ പാപം ചെയ്തതിൻ്റെ പരിണിതഫലമായി നിൻ്റെ ജീവിതത്തിലേക്ക് വന്ന തകർച്ചകളാണ് എന്നൊക്കെ പറഞ്ഞ് ജോബിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത, ജോബിനെ ഉപേക്ഷിച്ചു പോയ കൂട്ടുകാരുമുണ്ടായിരുന്നു. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ, ചാരത്തിൽ കിടന്ന് ഒട്ടും കഷ്ണം കൊണ്ട് ശരീരം ചിരണ്ടിക്കൊണ്ടിരുന്ന ജോബ്, തന്നെ ഉപേക്ഷിച്ച് തന്നെ കളിയാക്കിയ, തന്നെ നിന്ദിച്ച, പരിഹസിച്ച ആ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് അവന് തിരികെ കൊടുത്തുവെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും നിന്ദിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകല ഐശ്വര്യവും അവിടുന്ന് പുനഃസ്ഥാപിച്ച് തരും, ഇരട്ടിയായി തിരികെ തരും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട്, ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, ഈ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഐശ്വര്യം പുനഃസ്ഥാപിച്ച് ഞങ്ങൾക്ക് നൽകുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.